ഇന്ത്യ US വ്യാപാര കരാറിനെ ചൊല്ലി പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും. രാഹുൽ ഗാന്ധിയുടെ അംഗത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഭരണപക്ഷം നോട്ടീസ് നൽകിയതിന് പിന്നാലെ പ്രതിരോധിക്കാനൊരുങ്ങുകയാണ് പ്രതിപക്ഷം. കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുസഭകളിലും ഉന്നയിക്കുമെന്നും പിന്നോട്ടു പോകില്ലെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഇന്ന് പൂർത്തിയാകും. മാർച്ച് 9 വീണ്ടും സഭ ചേരും. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത്ത്, ഈ സ്പീക്കർക്കെതിരെ അടക്കം പ്രതിപക്ഷം നീക്കം നടത്തുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ തന്നെ ഉന്നമിട്ട് ശക്തമായ നീക്കം നടത്താനാണ് ഭരണപക്ഷവും ഒരുങ്ങുന്നത് എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. എന്തെല്ലാമാണ് സംഭവിക്കുക? എന്താണ് വിശദാംശങ്ങൾ? ഹർഷൻ, BJPയുടെ നിശാന്ത് ദുബെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ അദ്ദേഹത്തെ അവകാശ ലംഘനവും അതേപോലെ തന്നെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട സ്പീക്കർക്ക് ചെയറിന് കത്ത് നൽകിയിരിക്കുന്നത്. ഇത് വളരെ ശക്തമായി തന്നെ പ്രതിരോധിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. രാഹുൽ ഗാന്ധിയട്ടെ ഈ BJP ബെഞ്ചിന്റെ ഈ നീക്കത്തോട് വളരെ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യാവുന്നതൊക്കെ ചെയ്തോളൂ, എന്നാൽ ഒരു ഇഞ്ച് പോലും പ്രശ്നങ്ങളിൽ നിന്നും താൻ ഉയർത്തിയ വാക്കുകളൊന്നും പിറകോട്ട് പോകില്ല എന്നാണ് രാഹുൽ ഗാന്ധി ഇന്നലെ വൈകിട്ട് പ്രതികരിച്ചത്. എന്നാൽ വളരെ ശക്തമായി തന്നെ ഈ വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതേപോലെ തന്നെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെ രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് ഈ സമ്മേളനത്തിൽ കണ്ടത്, ബജറ്റ് സമ്മേളനത്തിൽ കണ്ടത്, ആദ്യഘട്ടത്തിൽ കണ്ടത്. ഏതായാലും ബജറ്റ് സമ്മേളനം ഇന്നത്തോടെ അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഈ പാർലമെന്റിലുള്ള ഏറ്റുമുട്ടൽ പിന്നെ പുറത്തേക്ക് വ്യാപിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്പീക്കർക്കെതിരെയുള്ള അവിശ്വാസമുണ്ട്, രാഹുൽ ഗാന്ധിക്കുള്ള അവിശ്വാസമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും തുലനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് പ്രതിപക്ഷ കക്ഷികൾ ഇന്ന് സഭയിൽ എടുക്കാൻ പോകുന്നത്. ഏതായാലും എങ്ങനെയിരിക്കും ഇന്ന് ബജറ്റ് സെഷന്റെ ആദ്യഘട്ടത്തിന്റെ അവസാന ദിനം എന്നത് നമുക്ക് നോക്കിക്കാണേണ്ടി വരും. ഏതായാലും രാവിലെ തന്നെ US കരാറിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പ്രതിഷേധം രാഹുൽ ഗാന്ധി തന്നെ നയിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഹർഷൻ, ഈ ബജറ്റ് ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ സർക്കാർ ബിസിനസ്സുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഭ ഇന്ന് നേരത്തെ പിരിഞ്ഞാലും അത്ഭുതമില്ല. ഏതായാലും മാർച്ച് 9 വീണ്ടും ഏറ്റുമുട്ടുമ്പോൾ പ്രധാനമായ പരിഗണന സ്പീക്കർക്കെതിരെയുള്ള സ്പീക്കർക്ക് അവിശ്വാസ പ്രമേയമാണ്. ഈ അവിശ്വാസ പ്രമേയത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ അവിശ്വാസ പ്രമേയം സംബന്ധിച്ചിട്ടുള്ള യാതൊരു നിലപാടുകളും ഭരണപക്ഷം പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ സ്പീക്കർ സഭയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഇന്ന് അവസാന ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ഘട്ടം സ്പീക്കർ ചെയറിൽ വരുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഹർഷൻ.